ജനങ്ങൾ തന്നെ നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ. അപ്പോൾ പ്രേക്ഷകരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. നല്ല ചൂടായിരിക്കും എന്നാണ് ഇനിയും പ്രതീക്ഷിക്കുന്നത്. ഇനിയും ചൂട് കൂടി വരികയാണല്ലോ. ഇപ്പോൾ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഇനിയും ചൂട് കൂടാനാണ് ചാൻസ്. ഇന്ന് രാജ്യത്ത് വെച്ച് കണ്ണൂർ വിമാനത്താവളല്ലേ 2 ദിവസം മുന്നേ ഏറ്റവും ചൂടില്ലേ 38.5. ഭയങ്കര ചൂടാണ് കണ്ണൂർ ജില്ലയിൽ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ചൂടുള്ളത് കണ്ണൂരാണെന്നാണ് ഇപ്പോൾ അഭിപ്രായമുള്ളത്. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഏത് സമയം വെള്ളം കുടിക്കുമ്പോൾ കുപ്പിവെള്ളം കയ്യിൽ വെക്കേണ്ട അവസ്ഥയിൽ ഇപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്യുന്നത്. ചൂടിനെ കുറിച്ച് അടിപൊളിയല്ലേ, സൂപ്പറാണ്. ചൂട് താങ്ങാൻ കഴിയുന്നില്ല, അങ്ങനെ പറയണോ? ഇപ്പൊ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതലാണ്. അപ്പൊ ചൂടിനെ കുറിച്ചാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കൊല്ലത്തേക്കൊന്ന് പോകാം. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ വേനൽ എത്തും മുൻപേ ചൂട് കൂടുതലാണ്. ഇന്നലെ ചെറിയ മഴ പെയ്തതുകൊണ്ട് മാത്രമാണ് ഇന്ന് ചൂടിന് നേരിയ ആശ്വാസം ലഭിക്കുന്നത്. കൊട്ടാരക്കരയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മീൻപിടിപ്പാറയിൽ നീരൊഴുക്ക് കുറഞ്ഞു തുടങ്ങി. അധികം വൈകാതെ ഇവിടുത്തെ നീരൊഴുക്ക് പൂർണ്ണമായും വറ്റും. അപ്പോൾ അതിന്റെ പ്രതിസന്ധി ജനങ്ങൾ അനുഭവിക്കും. AV ജയശങ്കർ ചേരുന്നുണ്ട്. ജയശങ്കർ, ആളുകളൊക്കെ എന്താണ് പറയുന്നത്? അതായത് റോഷ്നി, ഈ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ ചൂട് അത്രമാത്രം ഉയർന്ന തോതിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു മഴ പെയ്തുകൊണ്ട് മാത്രമാണ് ഇവിടെ ഈ കുറച്ച് ആശ്വാസമെങ്കിലും ലഭിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ മീൻപിടിപ്പാറയിലെ ചെറിയ തോടാണിത്. നിറയെ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഈ തോട്ടിൽ നമുക്ക് നോക്കിയാൽ കാണാം ഇത്രമാത്രം വെള്ളം മാത്രമേ ഉള്ളൂ. ഒരാൾക്ക് ഒന്ന് കുളിക്കാനുള്ള വെള്ളം പോലും ഇവിടെ ഇല്ല. പക്ഷേ ഈ വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോയി ഒരു സ്ഥലത്ത് കെട്ടിവെച്ചൊക്കെയാണ് ഇപ്പോഴും ഈ മീൻപിടിപ്പാറയിൽ അത്യാവശ്യം വരുന്ന ആളുകൾക്ക് ഇവിടെ കുളിച്ച് ആസ്വദിക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കുന്നത്. അങ്ങനെ വെള്ളത്തിൻ്റെ അളവ് കുറവാണ്. കൊല്ലം ജില്ലയുടെ ഈ വേനൽ എങ്ങനെ കൊല്ലം ജില്ലയെ ബാധിക്കുമെന്നതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ ഒരു തോടെന്ന് പറയുന്നത്. അത്രമാത്രം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫെബ്രുവരി മാസമേ ആയിട്ടുള്ളൂ. മാർച്ച് ആവാനുണ്ട്, ഏപ്രിൽ ആവാനുണ്ട്, മെയ് ആവാനുണ്ട്. അങ്ങനെ ചൂട് കൂടും. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ താപനില ഉയർന്നു നിൽക്കുന്ന സ്ഥലം പുനലൂരാണ്. പുനലൂർ നിലവിൽ 34 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് താപനില പോകുന്നതെങ്കിൽ അത് വരും ദിവസങ്ങളിൽ 40 അടുക്കും എന്നുള്ളൊരു സാഹചര്യമാണ്. എന്തായാലും അത്രമാത്രം ഒരു ചൂട് ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് രാവിലെ 10 മണി മുതൽ തന്നെ പുറത്തിറങ്ങിയാൽ പൊള്ളുന്നൊരവസ്ഥയാണ് ജില്ലയിലുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ഈ ജലസ്രോതസ്സുകളൊക്കെ തന്നെ വറ്റി വരളുന്ന ഒരു സാഹചര്യമുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് രൂക്ഷമാകും. ചേട്ടാ, പൊതുവിൽ ഇപ്രാവശ്യം ചൂട് ഭയങ്കര കൂടുതലല്ലേ? നേരത്തെ തന്നെ ഒരാഴ്ച കാലമായിട്ട് അതിരൂക്ഷമായ ചൂട് അനുഭവപ്പെടുവാണ്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ തണുത്ത് നല്ല പുറത്തുനിന്ന് ആൾക്കാർ വന്ന് സന്തോഷകരമായി പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യമാണ്. വെള്ളം വളരെയേറെ കുറയുന്നു. കുറേപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആശങ്കയാണല്ലോ, ഇങ്ങനെ ഓരോ വർഷവും പെട്ടെന്ന് കയറി വരികയാണ്. പെട്ടെന്ന് വെള്ളം ഇങ്ങനെ കുറയുന്നു. ചൂടിൻ്റെ കൂടുതലാണ് അതിന് കാരണം. നമുക്ക് സഹായം ചെയ്ത കനാലാണ്. കനാൽ തുറന്നു വിട്ടാൽ മാത്രമേ കുറച്ച് മാറ്റങ്ങളുണ്ടാവും. അത് തന്നെയാണ് റോഷ്നി, കനാലുകൾ തുറന്നു വിടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലം ജില്ല കടക്കുന്നു എന്ന നിർണായകമായ ഒരു സാഹചര്യമാണ് കൊല്ലത്തുള്ളത്. കാരണം അത്രമാത്രം വേനൽ രൂക്ഷമാണ്. രൂക്ഷത നമുക്ക് ഈ ജലാശയത്തിൽ നിന്ന് തന്നെ കാണാം. അത്രമാത്രം വെള്ളം ഇങ്ങനെ കുറഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നവരും വെള്ളത്തിൻ്റെ അളവ് കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. കൊല്ലം ജില്ലയെ സംബന്ധിച്ച് വരും ദിവസങ്ങൾ എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലേക്കായിരിക്കും പോവുക. ആളുകളെ സംബന്ധിച്ച് കുടിവെള്ളത്തിനുൾപ്പെടെ വലിയ ക്ഷാമം ഉണ്ടാകും. പുറത്തിറങ്ങിയാൽ ചുട്ടുപൊള്ളുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പുനലൂർ ഉൾപ്പെടെ താപനില വലിയ തോതിൽ ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പ്രത്യേക മുന്നറിയിപ്പ് ഉൾപ്പെടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എന്തായാലും കേരളത്തിൽ പൊതുവെ ഉള്ള പോലെ കൊല്ലത്തും വലിയ ചൂടാണുള്ളത്. കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലകളാണ് ഈ ചൂടിന്റെ വ്യാപ്തി കൂടുതൽ. നഗരമേഖലകളിൽ പൊതുവിൽ ചൂട് കുറവാണ്. പക്ഷേ കിഴക്കൻ മേഖലകളിൽ ഈ വന്യമൃഗശല്യം ഉൾപ്പെടെ ഇനി കൂടും. കാരണം വനത്തിൽ ഉൾപ്പെടെ വെള്ളം കുറഞ്ഞാൽ ഇവ നാട്ടിലേക്ക് ഇറങ്ങും. നാട്ടിൽ വന്യജീവി സംഘർഷത്തിനും സാധ്യതകൾ കൂടാണ്. അങ്ങനെ ഇനി വരുന്ന മാസങ്ങൾ കൊല്ലത്തിന്റെ കിഴക്കൻ മേഖലയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയുടെ സമയം കൂടിയാണ്. എന്തായാലും എങ്ങനെ അതിജീവിക്കും എന്നുള്ളൊരു ആശങ്ക ജനങ്ങൾക്കുണ്ട്. പക്ഷേ അവിടെ കുടിനീര് അത് വലിയ പ്രശ്നമാണ് ഇവിടെ എന്തായാലും ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ കേരളം വലിയ രീതിയിൽ ചൂട് അനുഭവിക്കാൻ പോകുന്ന പുനലൂർ മേഖലയിൽ നിന്നാണ് ജയശങ്കർ പങ്കുവച്ചത്. അപ്പൊ തോടൊക്കെ ചെറുതായി തുടങ്ങി. ജലലഭ്യത തന്നെ വലിയൊരു പ്രശ്നമായിരിക്കും. വരും ദിവസങ്ങളിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതൊക്കെ നമുക്ക് കാണാം.